ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് 1 പത്രോസ് 4 അധ്യായത്തിൻ്റെ 7 വാക്യം ധ്യാനിക്കാം. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും ആത്മനിയന്ത്രണമുള്ളവരുമായിരിപ്പിൻ. കർത്താവിൽ പ്രിയരെ, പലപ്പോഴും ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും മനുഷ്യന് സമാധാനമെന്നുള്ളത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. പ്രാർത്ഥനയാണ് നമ്മളെ ദൈവത്തോട് ഏറ്റവും അധികം അടുപ്പിക്കുന്നതും നമ്മൾക്ക് സമാധാനവും സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കുവാനും സാധിക്കുന്നത്. പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് നമ്മൾ 2 കാര്യങ്ങൾ എപ്പോഴും പരിഗണിക്കണം. 1, നമ്മൾ സുബോധമുള്ളവരായിരിക്കണം. 2, ആത്മനിയന്ത്രണമുള്ളവരായിരിക്കണം. അപ്പോൾ പ്രത്യേകമായിട്ടും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ, പ്രലോഭനങ്ങളിൽ തകർന്നു പോകാതിരിക്കാൻ ഉണർന്ന് ജാഗ്രതയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് ആത്മനിയന്ത്രണവും സുബോധമുള്ളവരായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ചേർന്നിരിക്കാം. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.